ബ്ലസ് മെഗാ ബൈബിൾ ക്വിസ് 2026 എപ്പിസോഡ് 132 ആൻസർ റിവീലിംഗ് വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ബൈബിൾ പോർഷൻ റിപ്പീറ്റ് ചെയ്യാം. സങ്കീർത്തനങ്ങൾ 47 മുതൽ 50 വരെ, റോമർ 15-ാം അധ്യായം. ഇതിൽ നിന്നായിരുന്നു ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോഴത്തെ ആൻസേഴ്സ് റിവീൽ ചെയ്യാണ്. ശരി ഉത്തരം ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു: പാഠഭാഗത്ത് ബൈബിളിലെ 66 പുസ്തകങ്ങളിൽ ഒരു പുസ്തകത്തിന്റെ പേരുണ്ട്, ഏത്? ഇതായിരുന്നു ചോദ്യം. ഉത്തരം സദൃശ്യവാക്യം എന്നുള്ളതാണ് കേട്ടോ. സങ്കീർത്തനങ്ങൾ 49-ന്റെ 4-ാമത്തെ വാക്യത്തിലാണ് ഉത്തരം നമുക്ക് കാണാൻ പറ്റുന്നത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ: ദൈവത്തെ മഹത്വപ്പെടുത്തുന്നവൻ അർപ്പിക്കുന്ന യാഗം ഏത്? ഇതായിരുന്നു ചോദ്യം. ഉത്തരം സ്തോത്രം എന്ന യാഗം. സങ്കീർത്തനങ്ങൾ 50-ന്റെ 23-ാമത്തെ വാക്യത്തിലാണ് ഈ ഉത്തരം നമുക്ക് കാണാൻ പറ്റുന്നത്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ: വടക്ക് ദിശയിലെ ഒരു മലയുടെ പേരെന്ത്? ഈ മലയെ ഏതിനോട് ഉപമിച്ചിരിക്കുന്നു? ഇതായിരുന്നു ചോദ്യം. ഉത്തരം സിയോൻ പർവ്വതം. ഉപമിച്ചത് മഹാരാജാവിന്റെ നഗരം. സങ്കീർത്തനങ്ങൾ 48-ന്റെ 2-ാമത്തെ വാക്യത്തിലാണ് ഈ ഉത്തരം നമുക്ക് കാണാൻ പറ്റുന്നത് കേട്ടോ. നാലാമത്തെ ക്വസ്റ്റ്യൻ: ഒരു വാക്യത്തിൽ 2 വാക്ക് 4 പ്രാവശ്യം ആവർത്തിച്ചിരിക്കുന്നു, വാക്കുകൾ ഏവ? ഇതായിരുന്നു ചോദ്യം. ഉത്തരം സ്തുതി, പാടുവിൻ എന്നുള്ളതാണ്. സങ്കീർത്തനങ്ങൾ 47-ന്റെ 6-ാമത്തെ വാക്യത്തിലാണ് ഈ ഉത്തരം നമുക്ക് കാണാൻ പറ്റുന്നത് കേട്ടോ. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ: 3 അക്ഷരമുള്ള ഒരു പുരുഷന്റെ പേരിന്റെ ആദ്യത്തെയും അവസാനത്തെയും അക്ഷരം ഒരുപോലെ എങ്കിൽ പേരെന്ത്? എന്നുള്ളതാണ്. ഉത്തരം ഇഷായി ആണ് കേട്ടോ. ഇഷായി. അതുപോലെ റോമർ 15-ന്റെ 12-ലാണ് ഉത്തരം നമുക്ക് കാണാൻ പറ്റുന്നത്. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ശരി ഉത്തരം മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ശരിയായിട്ടുള്ള ഉത്തരം അയച്ചിട്ടുള്ള എല്ലാവർക്കും കൺഗ്രാറ്റുലേഷൻസ്. തെറ്റിപ്പോയവരും വിഷമിക്കേണ്ട. അടുത്ത പോർഷൻസ് പറയുന്നു. സങ്കീർത്തനങ്ങൾ 51 മുതൽ 54 വരെ, റോമർ 16-ാം അധ്യായം. ഇതിൽ നിന്നായിരിക്കും ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. അപ്പൊ നല്ലോണം വായിച്ച് പഠിച്ചോളൂ. അടുത്ത ക്വസ്റ്റ്യൻസ് കിട്ടുന്ന ഉടനെ തന്നെ ഉത്തരം മനസ്സിൽ വരുന്ന രീതിയിൽ. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻസുമായിട്ട് അടുത്ത എപ്പിസോഡിലൂടെ വീണ്ടും കാണാം. ടിൽ ദെൻ ഇറ്റ്സ് മീ ഏഞ്ചൽ സൈനിങ് ഓഫ്. ബൈ ആൻഡ് ടേക്ക് കെയർ.